നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം 2026 വിഷുഫലമാണ് ഞാൻ പറയുന്നത്. 2026 വിഷുഫലം, അത് മകം നക്ഷത്രത്തിന്റെ വിഷുഫലമാണ്. 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:34 ചതയം നക്ഷത്രത്തിൽ എടവൻ രാശിയിൽ സൂര്യൻ തന്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. അന്നാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. എന്നാൽ ഈ ഏപ്രിൽ 14 ചൊവ്വാഴ്ച നമ്മൾ ഇപ്രാവശ്യം വിഷു ആഘോഷിക്കാൻ പറ്റില്ല. നമ്മളുടെ ഇപ്രാവശ്യത്തെ വിഷു ഏപ്രിൽ 15 വരുന്നത്. അത് സൂര്യോദയത്തെ ബേസ് ചെയ്താണ് വരുന്നത്. അതുകൊണ്ടാണ്. അപ്പോ വിഷു സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് ഓരോ നക്ഷത്രങ്ങളെയും ഓരോ വിധത്തിൽ വേർതിരിച്ചിട്ടുണ്ട്. അപ്പൊ വിഷു സംക്രമ പുരുഷന്റെ ലക്ഷണം അനുസരിച്ച് പഞ്ചാംഗ വിധിപ്രകാരമുള്ള ഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഈ വിഷുഫലം മകൻ നക്ഷത്രക്കാർ മധ്യ ഷഡ്ഗത്തിൽ ആണ് വരുന്നത്. മധ്യഷഡ്ഗത്തിൽ വരുന്നതിനാൽ ഇവർക്ക് അനുകൂലമായ സമയമാണ് വിഷുഫലമായി ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ നക്ഷത്രങ്ങളെ രണ്ട് വിധത്തിലാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഒന്ന് ശൂലം എന്നും മറ്റൊന്ന് ഷഡ്ഗം. ഈ ശൂലത്തിൽ തന്നെ ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം. ഷഡ്ഗത്തിൽ ആദിഷഡ്ഗം, മധ്യഷഡ്ഗം, അന്ത്യഷഡ്ഗം എന്നിങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അതില് ഈ മകം നക്ഷത്രം മധ്യ ഷഡ്ഗത്തിലാണ് വരുന്നത്. ഇവർക്ക് അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം വിഷുഫലമായി കിട്ടുന്നതാണ്. വളരെ ബഹുമാനങ്ങളും പുരസ്കാരങ്ങളും ഇവരെ തേടി വരുന്ന ഒരു സമയവും കൂടിയാണ്. എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എന്റെ ദിവസവും വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സമൂഹത്തിൽ നല്ലൊരു ജനപ്രീതി ഇവർക്ക് കിട്ടുന്ന ഒരു വിഷുഫലമാണിത്. ഔദ്യോഗികമായി വലിയ ഉത്തരവാദിത്തം ഇവർക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടും വരും. പിതൃക്കളുടെ അനുഗ്രഹമുള്ള നക്ഷത്രമാണ്. അവരുടെ അനുഗ്രഹം എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ടായിരിക്കും. തടസ്സങ്ങൾ ഓരോന്നായി നീങ്ങുന്നതും മാറുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഓരോരോ തടസ്സങ്ങൾ ഇവരുടെ മുന്നിലുള്ളത് മാറിക്കിട്ടും. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും വേഗത്തിൽ നടപ്പാക്കാൻ ഇവർക്ക് കഴിയുന്നതാണ്. അവർക്ക് മകം നക്ഷത്രക്കാർ കുടുംബസ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യും. കുടുംബത്തിൽ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. രാഷ്ട്രീയത്തിലും പൊതുരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് ഉന്നതമായ സ്ഥാനമാനങ്ങളും പദവികളും ഇവർക്ക് കിട്ടാൻ സാധ്യത ഉണ്ട്. സന്തോഷകരമായ കുടുംബജീവിതം ഇവർക്കുണ്ടാവുന്ന സമയമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉന്നതമായ പല പദവികളും ഇവർക്ക് കിട്ടുന്നതാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ കാലമാണ് ഇവർക്ക്. അതായത് പുതിയതായിട്ട് എന്തെങ്കിലും വ്യാപാരമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കച്ചവടമോ അല്ലെങ്കിൽ വേറെ മറ്റ്
എന്തെങ്കിലും കാര്യങ്ങൾ, എന്ത് കാര്യമാണെങ്കിലും പുതിയതായിട്ട് ചെയ്യാൻ ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അതിന് പറ്റിയ സമയമാണ്. മാതാപിതാക്കളുമായി മുതിർന്നവരുമായുമുള്ള ബന്ധം മെച്ചപ്പെടുന്ന ഒരു സമയവും കൂടിയാണ്. കുടുംബത്തിൽ പുതിയ അതിഥികൾ വരാനോ മംഗളകർമ്മങ്ങൾ നടക്കാനോ യോഗമുള്ള ഒരു വർഷമാണ് ഈ വിഷുഫലമായി നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത്. ഈ വിഷുഫലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ മകൻ നക്ഷത്രക്കാരുടെ വിഷുഫലം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.